നമസ്കാരം. ആഭ്യന്തര വകുപ്പിനെയും പിണറായി വിജയനെയും മേലുദ്യോഗസ്ഥരെയും ഒരുപോലെ മുൻമുനയിൽ നിർത്തിയ നട്ടലുള്ള ഒരു പോലീസുകാരനെങ്കിലും കേരള പോലീസിൽ ഉണ്ടെന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. തോളത്തെ നക്ഷത്രത്തിന്റെ എണ്ണം കൂടുമ്പോഴും തോളത്ത് നക്ഷത്രമുള്ള പോലീസ് ഉദ്യോഗസ്ഥരായ ഏമാന്മാരെ കാണുമ്പോൾ നട്ടെല്ല് പണയപ്പെടുത്തി മുട്ടുവളച്ചു നിന്ന് സല്യൂട്ടടിച്ച് ഓച്ചാനിച്ച് സല്യൂട്ടടിച്ചു നിൽക്കുന്ന ഒരു കൂട്ടം സാധാ ഉദ്യോഗസ്ഥരുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷെ അവരുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല ആറാൻമുരയുടെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ഉമേഷ് വള്ളിക്കുന്നിനെ. കാരണം കക്ഷി വേറെ ലെവലാണ്. ആഭ്യന്തരമന്ത്രി പിണറായി വിജയന് പുള്ളി ഒരു പരാതി കൊടുത്തു. ഉടനെ പിണറായി വിജയൻ അദ്ദേഹത്തിന് സസ്പെൻഡ് അടിച്ചുകൊണ്ടുള്ള ഓർഡർ കൊടുത്തു. എന്തിനാണെന്ന് ആർക്കും അറിയില്ല. ഉത്തരേന്ത്യയിൽ നിന്ന് സിവിൽ സർവീസ് പരീക്ഷ പാസ്സായി IPS ഉദ്യോഗസ്ഥനായി കേരളത്തിലെത്തുന്ന ഉത്തരേന്ത്യയിലെ കുറെ ഏമാന്മാരുണ്ട്. കേരളത്തിൽ വരുമ്പോൾ അവരാണ് ഇവിടെ ഭരിക്കാൻ പോകുന്നതെന്നുള്ളൊരു വിചാരം. കേരളത്തിലെ സാധാ പോലീസ് ഉദ്യോഗസ്ഥർ നിന്റെ വീട്ടിൽ ദാസപ്പണിക്കാരാണ് എന്നുള്ളൊരു വിചാരം വേണ്ട. അവർക്കൊക്കെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ് കാക്കി യൂണിഫോം നൽകി സർക്കാർ തന്നെ അവരെ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യാനല്ല. ഉന്നത ഉദ്യോഗസ്ഥർക്ക് സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വിട്ടു നൽകുന്നത്. താഴെ തട്ടിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ പരാതി പറയാതെ എല്ലാം സഹിച്ച് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ സർവീസിൽ നിന്ന് കൊഴിഞ്ഞുപോക്ക് തുടരുന്നത്. പക്ഷേ പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥരുടെ കഷ്ടപ്പാടുകളെ പറ്റിയും ആരും പഠിക്കുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് തുറന്നു പറയേണ്ടിയിരിക്കുന്നു. പ്രതികരിക്കേണ്ടയിടത്ത് പ്രതികരിക്കുക തന്നെ വേണം, അതേത് ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിലായാലും. ഉമേഷ് പരാതി പറഞ്ഞത് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ മുന്നിലാണ്, അല്ലാതെ പൊതുമരാമത്ത് മന്ത്രിയുടെ മുന്നിലല്ല. പോലീസ് സേനയിൽ തന്നെ നല്ല പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൂടി ചീത്തപ്പേര് കേൾപ്പിക്കാൻ നിൽക്കുന്ന ഒരു കൂട്ടം നരാധമന്മാർ വാഴുന്ന പോലീസ് സേനയാണിത്. അതിൽ കുറച്ചുപേരെ ഉരുട്ടിക്കൊല കേസിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴുമരം കാത്തി കിടപ്പുണ്ടെന്ന് ഓർക്കണം. പിണറായി വിജയ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നിങ്ങളെ വിശ്വസിച്ചാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഏതൊക്കെ മാഫിയയുമായി വഴിവിട്ട ബന്ധമുണ്ട് എന്നുള്ള ഒരു സൂചന ആ ഉദ്യോഗസ്ഥൻ നിങ്ങളുടെ ലെറ്റർ മുഖാന്തരം നൽകിയത്. അതിന്റെ സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തി ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി എടുക്കുന്നതിന് പകരം കത്ത് തന്ന ഉദ്യോഗസ്ഥനെ തന്നെ നിങ്ങൾ സസ്പെൻഡ് ചെയ്തു. പിണറായി വിജയൻ, നിങ്ങൾ ഇരട്ടച്ചങ്കനൊന്നുമല്ല, വെറുമൊരു മനുഷ്യനാണ്. AKG ഭവനിൽ നിന്നും പിണറായി വിജയന് വേണ്ടി പണിയെടുക്കുന്ന കാക്കി യൂണിഫോമിന്റെ വില പോലും അറിയാത്ത ഒരു കൂട്ടം ഗുണ്ടകൾ വാഴുന്ന പോലീസ് സേനയുണ്ട് നമ്മുടെ കേരള പോലീസിൽ. നല്ലവരായ ഉദ്യോഗസ്ഥർക്ക് പോലും പേരുദോഷം കേൾപ്പിക്കാനായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം പുഴുക്കുത്തുകൾ, അവരെയാണ് ഉമേഷ് തുറന്നു കാണിച്ചത്. ഇതുപോലെ ഒരുപാട് എണ്ണമുണ്ട് നമ്മുടെ കേരള പോലീസിൽ. ഇവരെയൊക്കെ തുടച്ചു നീക്കാൻ മാത്രമേ കേരള പോലീസ് നന്നാവുകയുള്ളൂ. നമുക്കറിയാം, ADGP വിജയൻ റെയിൽവേയിൽ, അതായത് ട്രെയിനിൽ ഒരു തീവ്രവാദി തീ കത്തിച്ചപ്പോൾ അത് അറിയിക്കേണ്ടത് കേന്ദ്രത്തെയാണ്, അറിയിച്ചു. അതിന് അദ്ദേഹത്തെ വരെ സസ്പെൻഡ് ചെയ്ത് വിട്ടതാണ് നമ്മുടെ പിണറായി വിജയൻ. ഇവരെയൊക്കെ മാറ്റിയാൽ മാത്രമേ നമ്മുടെ കേരള പോലീസിൽ നല്ലവരായ പോലീസ് ഉദ്യോഗസ്ഥർക്കും സന്തോഷത്തോടു കൂടി പണിയെടുക്കാൻ പറ്റുകയുള്ളൂ.